ദയവ് ചെയ്ത് നിങ്ങൾ ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഞങ്ങളെ കൊന്നാലോ ഈ വീട് തല്ലി പൊളിച്ചാലോ നിങ്ങൾക്ക് മരിച്ചുപോയവരെ തിരിച്ചു കിട്ടുമോ? അപകടത്തിൽ മരിച്ച തൊഴിലാളികളുടെ കുടുംബത്തിന് വേണ്ടി എന്ത് ചെയ്യാനും ഞങ്ങൾ തയ്യാറാ. ലൈസൻസ് പുതുക്കാതിരുന്നത് ഞങ്ങളുടെ ആരുടെയും കുറ്റം കൊണ്ടല്ല. അതിനായിട്ട് എല്ലാം റെഡിയാക്കി മാനേജറെ ഏൽപ്പിച്ചിരുന്നതാ. അയാളാ ചതിച്ചത്. അതുകൊണ്ടാ മാനേജർ മുങ്ങിയത്. കമ്പനിയിൽ തീപിടുത്തം ഉണ്ടായി തൊഴിലാളികൾ മരിച്ചതിൽ നിങ്ങളോടൊപ്പം ദുഃഖം ഞങ്ങൾക്കും ഉണ്ട്. ഞങ്ങളുടെ തൊഴിലാളികളല്ലേ അവര്. നമ്മളൊക്കെ ഒരു കുടുംബമല്ലേ? ഇത്രയും കാലം ഞങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്തവരാ നിങ്ങൾ ആരെയും ഞങ്ങൾ ഉപേക്ഷിക്കില്ല. മരിച്ചുപോയവരുടെ കുടുംബത്തിന് വേണ്ടി ചെയ്യാവുന്നതെല്ലാം ഞങ്ങൾ ചെയ്യും. നിങ്ങൾ എന്ത് ചെയ്യും? ചെയ്യാന്ന് ഇങ്ങനെ പറഞ്ഞാൽ മാത്രം പോരാ. പാവങ്ങളാണ് മരിച്ചത്. അവരുടെ കുടുംബങ്ങൾ അനാഥമാണ്. അവർക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്ന് പറയണം. മരിച്ച എല്ലാവരുടെയും കുടുംബങ്ങൾക്ക് 50 ലക്ഷം രൂപ വീതം കമ്പനി നൽകും. അത് മാത്രമല്ല, ആശുപത്രിയിൽ കിടക്കുന്ന തൊഴിലാളികളുടെ ചികിത്സാ ചെലവ് കമ്പനി ഏറ്റെടുക്കും. അവർക്കെല്ലാവർക്കുമായി അടിയന്തര സഹായമായി 5 ലക്ഷം രൂപ വീതം ഉടൻ തന്നെ നൽകും. മരിച്ചവരെ തിരിച്ചു തരാൻ ഞങ്ങൾക്ക് കഴിയില്ല. പക്ഷേ ജീവിച്ചിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ചേർത്ത് പിടിക്കും. മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും കുടുംബത്തിലെ എല്ലാ കുട്ടികളുടെയും പഠന ചെലവും കമ്പനി ഏറ്റെടുത്ത് നടത്തും. ഇതുകൊണ്ടും പറ്റിയില്ലെങ്കിൽ ഇനി എന്ത് ചെയ്യാനും ഞങ്ങൾ തയ്യാറാ. തൊഴിലാളികൾക്കുള്ള ധനസഹായം ഇവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനിയും ബഹളം ഉണ്ടാക്കാതെ നിങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോകണം. നിങ്ങൾ പ്രഖ്യാപിച്ച മാത്രം പോരാ, അതെപ്പോ കൊടുക്കുമെന്ന് കൂടി പറയണം. എല്ലാവർക്കും നാളെ വൈകുന്നതിന് മുമ്പ് ധനസഹായം കിട്ടിയിരിക്കും. ഞങ്ങൾ തന്നെ നേരിട്ടത് എല്ലാവരുടെയും വീടുകളിൽ എത്തിച്ചിരിക്കും. നിങ്ങൾ വാക്ക് പാലിക്കുമെന്ന് ഞങ്ങൾ നോക്കട്ടെ ആദ്യം. ഇല്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും വരും. നിങ്ങൾ പ്രഖ്യാപിച്ച ഈ ധനസഹായം നാളെ തന്നെ എല്ലാവർക്കും വിതരണം ചെയ്യാനുള്ള ഏർപ്പാടുണ്ടാക്കണം. ഇല്ലെങ്കിൽ ഇനി ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇല്ല സർ, എല്ലാവർക്കുള്ള ധനസഹായം നാളെ തന്നെ കൈമാറും. സച്ചേട്ടാ, എത്രയും വേഗം തന്നെ ഇത് ചെയ്യണം. ഇപ്പൊ തന്നെ ഫിനാൻസ് മാനേജർ വിളിച്ച് ഞാൻ അതിനുവേണ്ട എല്ലാ ഏർപ്പാടും ചെയ്യാം. എന്നാൽ പിന്നെ ഇനി പ്രശ്നങ്ങളില്ലാന്ന് തോന്നുന്നു. ഞങ്ങൾ അറിയില്ല സർ. വാ മോളെ, വാ. നടക്കും മോളെ.